പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? പത്തനംതിട്ട ജില്ലയിലെ ഇരുപേരിൽ ജനനം. പ്രത്യക്ഷ രക്ഷാദൈവസഭ സ്ഥാപിച്ചു. യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു. ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. 3 മാത്രം. ശരിയായ ജോഡി കണ്ടെത്തുക. മൂഷകവംശം, അതുലൻ. തുഫത്തുൽ മുജാഹിദീൻ, മുക്തി തങ്ങൾ. കേരള പഴമ, ഹെർമൻ ഗുണ്ടട്ട്. കേരള സിംഹം, CV രാമൻപിള്ള. 1 3. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി WC ബാനർജി ആയിരുന്നു. INCന്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിൽ ആയിരുന്നു. INCന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. INC രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസിൽ ആയിരുന്നു. 1 4. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. 1953 നിലവിൽ വന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി, SK ധർ, പട്ടാഭി സീതാരാമയ്യ എന്നിവർ അംഗങ്ങൾ ആയിരുന്നു. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിനു വേണ്ടി പോറ്റി ശ്രീമാലു മരണം വരെ നിരാഹാര അനുഷ്ഠിച്ചു. 1 2 4. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP27 2022 നവംബറിൽ ഈജിപ്തിലാണ് നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. 2022 മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ്. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിന്റെ 75-ാം വാർഷികം ഐക്യരാഷ്ട്രസഭ 2022 ഡിസംബർ 10 ആഘോഷിച്ചു. 1 2 3. ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. ഭൂവൽക്കവും മാന്റിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഗുട്ടൻസ്ബർഗ് വിച്ഛിന്നത. ഭൂവൽക്കവും പുറക്കാമ്പും ചേർന്നതാണ് ലിത്തോസ്ഫിയർ. മാന്റിലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തരോസ്ഫിയർ എന്ന് വിളിക്കുന്നു. 1 4. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ, അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ, സ്ട്രാറ്റോസ്ഫിയർ അറോറ, മിസോസ്ഫിയർ ഓസോൺ പാളി. 1 2. ശരിയായ ജോഡി കണ്ടെത്തുക. ഹിമാലയ മടക്കുപർവ്വതം, വിന്ധ്യ സത്പുര അവശിഷ്ട പർവ്വതം, ആരവല്ലി ഖണ്ഡപർവ്വതം, ബാലൻ ദ്വീപ് അഗ്നിപർവ്വതം. 1 4. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാർ നദിയാണ്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പമ്പ നദി അഷ്ടമുടി കനാലിൽ ചേരുന്നു. കബനി നദി കാവേരി നദിയിൽ ചേരുന്നു. 1 2 4. ശരിയായ ജോഡി കണ്ടെത്തുക. പോങ് ഡാം ചമ്പൽ, മേട്ടൂർ ഡാം കാവേരി, തെഹരി ഡാം ഭഗീരഥി നദി, ജവഹർ സാഗർ ഡാം ബിയാസ്. 2 3. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. 1 2 4. 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന 1. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്തുവാൻ അനുമതി ലഭിച്ചു. പ്രസ്താവന 2. ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി. പ്രസ്താവന 3. ഇറക്കുമതിക്കുമേൽ ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി. പ്രസ്താവന 1 2 3 എല്ലാം ശരിയാണ്. 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ GDPയിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പ്രസ്താവന 1. തൃതീയ മേഖലയിൽ 50% കൂടുതൽ സംഭാവന നൽകുന്നു. പ്രസ്താവന 2. ദ്വിതീയ മേഖലയുടെ സംഭാവന 30% കുറവാണ്. പ്രസ്താവന 3. ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ്. പ്രസ്താവന 1 2 3 എല്ലാം ശരിയാണ്.
പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ താഴെ നൽകുന്നു. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവന 1, ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. പ്രസ്താവന 2, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പ്രസ്താവന 1 ശരിയാണ്, 2 ശരിയല്ല. ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1-ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2-ലും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തി ഉത്തരം നൽകുക. ആൻസർ സി. നിതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. പ്രസ്താവന 1, സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. പ്രസ്താവന 2, സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക. പ്രസ്താവന 3, സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്കു പ്രത്യേക ശ്രദ്ധ നൽകുക. പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 13 നിലവിൽ വന്നു. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു. 1950 മുതൽ 2014 വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. 2014 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചു. ബി. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം ആയിരുന്നു. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകൾ തിരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യ പാക് വിഭജനത്തിനു ശേഷം സമിതിയുടെ അംഗസംഖ്യ 199 ആയി ചുരുങ്ങി. 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ശ്രീ സച്ചിദാനന്ദൻ. രാജ്യത്തെ ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി തിരഞ്ഞെടുക്കുക. 74-ാം ഭരണഘടനാ ഭേദഗതിയാണ്. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. ഇന്ത്യയുടെ 50-ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അദ്ദേഹം 50-ാമത്തെയാണ്. കറണ്ട് ചീഫ് ജസ്റ്റിസ് BR ഗവായി ആണ് കറണ്ട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. സേവന അവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലാവധി വ്യക്തമാക്കണം. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലാവധിക്കുള്ളിൽ ലഭ്യമാക്കുന്നില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ ഒടുക്കണം. എല്ലാ ഓഫീസുകളിലും അപേക്ഷകൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം ഏത്? വോട്ടവകാശം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ആർട്ടിക്കിൾ 51A. കേരളത്തിലെ സ്കൂളുകളുടെ മികവിൻ്റെ കേന്ദ്രങ്ങൾ ആക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏത്? കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ്. നമ്മുടെ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണെന്നുള്ള തെറ്റ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ. എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്? ലൈഫ് മിഷൻ പദ്ധതി. ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏത്? 18 വയസ്സ് പൂർത്തിയായിരിക്കണം. പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കിവച്ചിരിക്കുന്ന പ്രദേശം? തട്ടേക്കാട്. മനുഷ്യശരീരത്തിൽ തരുണാസ്ഥിയിൽ കാണപ്പെടുന്നത്? 1, 2, 3, 4 ശരിയാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകമേത്? ഇരുമ്പ്. COVID-19 കാരണമായ സൂക്ഷ്മജീവി? വൈറസ്. ജന്തുകോശങ്ങൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം? കാർബൺ ഡൈ ഓക്സൈഡ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ?
സി 1 മാത്രം കോഴിക്കോട്. AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകൾക്ക് രക്തം ദാനം നൽകാൻ സാധിക്കും? രക്തഗ്രൂപ്പ് AB. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. ഭൂഗുരുത്വ ത്വരണം Gയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? Gയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആഴത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ധ്രുവപ്രദേശങ്ങളിലെ Gയുടെ മൂല്യം ഭൂമധ്യ പ്രദേശങ്ങളെക്കാൾ കൂടുതലായിരിക്കും. ഒരു വസ്തുവിൻ്റെ ഭാരം തീരുമാനിക്കുന്ന Gയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. ഒരു ആനയും ഒരു ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ Gയുടെ മൂല്യം 2 പേർക്കും തുല്യമായിരിക്കും. എല്ലാം ശരിയാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? 4 മാത്രം. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് LNG ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. അതിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. 1, 3, 4. താഴെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി ഏത്? ന്യൂക്ലിയർ ഊർജം. കേരളത്തിൽ പ്രളയമുണ്ടാകുമ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിങ് പൗഡർ വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നു. അതിനു കാരണം ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച് ഏത് വാതകം ഉണ്ടാക്കുന്നത് കൊണ്ടാണ്? ക്ലോറിൻ. താഴെ തന്നിരിക്കുന്ന ലായനിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1, 3. ആറ്റം മാതൃകയുമായി ബന്ധമുള്ള ഏതാനും ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 1, 2, 3, 4 പ്രസ്താവനകളും ശരിയാണ്. 2022 രസതന്ത്രത്തിലുള്ള നൊബേൽ സമ്മാനം കരോലിൻ ആർ ബെർട്ടോസി, മോർട്ടൻ മെൽഡൻ, കെ ബാരി ഷാർപ്ലസ് എന്നിവർക്ക് ലഭിച്ചു. എന്ത് വികസിപ്പിച്ചെടുത്തതിനാണ് ഇവർക്ക് നൊബേൽ സമ്മാനം കിട്ടിയത്? ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുടെയും വികസനം. ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിൻ്റെ സാന്നിധ്യമാണ്? ലെഡ്. അവനി ലഖാര പാരാലിമ്പിക്സിൽ സ്വർണം നേടിയത് ഏത് ഇനത്തിലാണ്? 100 മീറ്റർ എയർ റൈഫിൾസ് വിഭാഗത്തിൽ. വരിക വരിക സഹചരി എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ് ആര്? അംശി നാരായണപിള്ള. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേരെന്ത്? കേളികൊട്ട്. പി കേശവദേവ് രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ്? പുന്നപ്ര വയലാർ സമരം. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആലുവ താലൂക്കിലെ തുരുത്ത്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ്? PT ഉഷ. വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ സിഗ്നലുകളെ ബന്ധിപ്പിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു? ഗേറ്റ് വേ. DuckDuckGo എന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാംസ്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ് സ്കാനർ. അറിയാനുള്ള അവകാശ നിയമം 2005 ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പൊതു അധികാരികളുടെ സ്വാധീനത്തിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക. പൊതു അധികാരികളുടെ സ്വാധീനത്തിലുള്ള എല്ലാ വിവരങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഡിജിറ്റൽ രൂപത്തിലാക്കുക. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ എന്നിവരുടെ രൂപവൽക്കരണം. 1, 2, 4 മാത്രം. നിർമ്മാതാവിന് വൈക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ട്. മൗലിക അവകാശ വിഭാഗത്തിൽ ആണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? തുല്യതയ്ക്കുള്ള അവകാശം. പ്രസ്താവന എ. പരാതിക്കാരിയായ സ്ത്രീക്ക് നിയമപ്രകാരം അർഹതപ്പെട്ട സ്വത്തിൻ്റെ ഓഹരി നിഷേധിച്ചാൽ അത് ഗാർഹിക പീഡനമാണ്. പ്രസ്താവന ആർ. പരാതിക്കാരിക്ക് നിയമപരമായോ ആചാരപരമായോ അർഹതയുള്ള സ്ത്രീധനമോ സ്വത്തോ ജീവനാംശമോ പങ്കുപാർക്കുന്ന വീടിൻ്റെ വാടകയോ അപഹരിക്കുക, നിഷേധിക്കുക, ലഭ്യമാക്കുന്നത് തടയുക, പരാതിക്കാരിയുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുക തുടങ്ങിയ ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്ന സാമ്പത്തിക പീഡനമാണ്. എയും ആറും ശരിയാണ്. 6A ശരിയായ വിശദീകരണമാണ്. 1 തെറ്റ്, 2 ശരി.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യമാണ്. വി രാമസുബ്രഹ്മണ്യൻ. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പൊതുപ്രഖ്യാപനം. യൂണിവേഴ്സൽ ഡിക്ലറേഷൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കി അംഗീകരിച്ചത് എന്നാണ്? ഡിസംബർ 10, 1948. 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 150 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ 30 സെക്കൻഡ് എടുത്താൽ അതിൻ്റെ വേഗത എന്ത്? 48 km/മണിക്കൂർ. 10നും 100നും ഇടയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ട്? 30. 4000 രൂപ 10% പലിശ നിരക്കിൽ ഇരട്ടിയാക്കാൻ എത്ര വർഷം കഴിയും? 10. 500 രൂപയുടെ ഹെഡ്സെറ്റ് 15% വില കൂട്ടി ശേഷം 15% വില കുറയ്ക്കുന്നുവെങ്കിൽ ലാഭമോ നഷ്ടമോ? എത്ര രൂപ? നഷ്ടം 11.25 രൂപ. 4:x = 4/2x ആയാൽ എക്സിൻ്റെ വില എന്ത്? 2/3. ഒരു ക്ലോക്കിലെ സമയം 8 മണി 10 മിനിറ്റ് എങ്കിൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? 185 ഡിഗ്രി. 10. ഒരു ക്ലോക്കിലെ സമയം 1 മണി 10 മിനിറ്റ് കാണിക്കുന്നു എങ്കിൽ അതിൻ്റെ പ്രതിബിംബത്തിലെ സമയം എത്ര ആയിരിക്കും? 10 മണി 50 മിനിറ്റ്. ഫ്രെയിമിന് ചിത്രം എങ്ങനെയാണോ അങ്ങനെയാണ് പുറംചട്ടയ്ക്ക് പുസ്തകം. We have moved dash from that location. Ourselves. The cat was sleeping dash the tree. Under the tree. By the time it started raining, we dashed home. Had reached. I dash play violin when I was a child. Could. Identify the correct, indirect or reporter speech of the given sentences. I am waiting for Meenu. She said. She said that she was waiting for Meenu. I dash my friend's pet dog when he is away. Look after. The king's elder son is the dash to the throne. Heir. H-E-I-R. Heir ആണ്. One who is engaged in charitable works. Philanthropist. Synonym of this word betray is deceive. ഡാഷ് ആണ് ഉന്മീലനത്തിൻ്റെ വിപരീത രൂപം. നിമീലനം. കണ്ടു എന്നത് പിരിച്ചെഴുതുക. കൺ പ്ലസ് തു. കൂട്ടത്തിൽപ്പെടാത്തതേത്? കൈതവം. ആ പ്ലസ് അൻ. അവൻ. ഇവിടെ സന്ധി ഏത്? ആഗമം. ആപ്പിൾ ഓഫ് ദി ഐ എന്ന ഇംഗ്ലീഷുകാരുടെ വിവർത്തനമാണ് കണ്ണിലുണ്ണി. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിൻ്റെ അർത്ഥം? കൊച്ചിയുടെ മഹാത്മ്യം. മടി പ്ലസ് ശീല ചേർത്തെഴുതുക. മടിശീല. ഓപ്ഷൻ ഡി. ശരിയായ രൂപം കണ്ടെത്തി എഴുതുക. യാദൃച്ഛികം. സി. കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം എഴുതുക. പിബാസു. വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിനർത്ഥം? ഫലമില്ലാത്ത പ്രവൃത്തി.